3 ചോദ്യങ്ങൾ. ഒരു ഉച്ചയ്ക്ക് അക്ബർ ബീർബലിനെ വിളിച്ചു അവന്റെ ബുദ്ധി പരീക്ഷിക്കാൻ 3 ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ബീർബൽ, സത്യമായി ഉത്തരം പറയൂ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബീർബൽ അല്പം ആലോചിച്ചു പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ നിമിഷത്തിലാണ് ജീവിക്കുക. കഴിഞ്ഞ കാലം പോയി, ഭാവി അനിശ്ചിതമാണ്. എന്നാൽ ഇപ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തിയുള്ളത്. അക്ബർ ആലോചനാപരമായി തലകുലുക്കി പിന്നെ ചോദിച്ചു, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം? ബീർബൽ മറുപടി നൽകി, ഇപ്പോൾ. കാരണം നമുക്ക് നിയന്ത്രിക്കാനാകുന്നത് ഈ നിമിഷം മാത്രമാണ്. അവസാനം അക്ബർ ചോദിച്ചു, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി? ബീർബൽ പുഞ്ചിരിച്ചു പറഞ്ഞു, നീ ഇപ്പോൾ കൂടെയിരിക്കുന്ന ആ വ്യക്തിയാണ്. കാരണം ഈ നിമിഷത്തിൽ അവരെ മാത്രമേ നിനക്ക് സഹായിക്കാൻ കഴിയൂ. ബീർബലിന്റെ ആഴമുള്ള മറുപടികളിൽ അക്ബർ ആകർഷിതനായി. ഇപ്പോഴുള്ള നിമിഷത്തെയും ചുറ്റുമുള്ള ആളുകളെയും പ്രാധാന്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ബുദ്ധിയുള്ള മൂഢൻ. ഒരു ദിവസം അക്ബർ തന്റെ മന്ത്രിമാരോട് പറഞ്ഞു, സത്യമായി സംസാരിക്കാൻ കഴിയാത്ത ഒരു മൂഢനെ കണ്ടെത്തി കൊണ്ടുവാ. മന്ത്രിമാർ രാജ്യം മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ അവർ ഒരാളിനെ കൊണ്ടുവന്നു. കാണുമ്പോൾ വളരെ എളിമയുള്ളവനായി തോന്നി. അക്ബർ അവനോട് ചോദിച്ചു, നീ ഒരു മൂഢനാണോ? അവൻ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി, അതെ, ഞാനൊരു മൂഢനാണ്. എന്നാൽ അക്ബറിനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ആ മനുഷ്യൻ ബുദ്ധിയുള്ള ഉപദേശങ്ങൾ പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഒരു ജ്ഞാനി എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം എന്നത് അറിയുന്നവനാണ്. പക്ഷേ ഒരു മൂഢൻ മിണ്ടാതിരിക്കേണ്ട സമയത്ത് സംസാരിക്കും. മന്ത്രിമാർ ആശയക്കുഴപ്പത്തിലായി. പക്ഷേ എപ്പോഴും എന്ന പോലെ ബീർബൽ ഉടനൊരു വിശദീകരണം നൽകി. അവൻ പറഞ്ഞു, ചിലപ്പോൾ ഒരാൾ മൂഢനായി തോന്നാം, പക്ഷേ അവന്റെ വാക്കുകളിൽ ആഴമുള്ള ജ്ഞാനമുണ്ടാകാം. അക്ബർ ലളിതമായ മറുപടി പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷേ ആ ദിവസത്തിൽ അവൻ മനസ്സിലാക്കി, ജ്ഞാനം ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. മണ്ടനായ കഴുത. ഒരു ദിവസം ചക്രവർത്തി അക്ബർ ചിരിച്ചു മുഖത്തോടെ ബീർബലിനോട് ഒരു ചോദ്യമുയർത്തി. ബീർബലിനേക്കാൾ ബുദ്ധിയുള്ള ഒരു കഴുതയെ കണ്ടെത്താൻ കഴിയുമോ എന്ന്. ബീർബൽ മടിയില്ലാതെ വെല്ലുവിളി ഏറ്റെടുത്തു. അത്തരമൊരു കഴുതയെ കോടതിയിൽ കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്തു. അടുത്ത ദിവസം ബീർബൽ കണ്ണട ധരിച്ച ഒരു കഴുതയുമായി രാജസഭയിലെത്തി. അതുകണ്ട അക്ബർ ഉച്ചത്തിൽ ചിരിച്ചു. അത്ഭുതപ്പെട്ടു ചിരിച്ചുകൊണ്ട് അക്ബർ ചോദിച്ചു, ഈ കഴുത എങ്ങനെ നിന്റെക്കാൾ ബുദ്ധിമാനാണ്? തന്റെ സാധാരണ ബുദ്ധികൂർമ്മതയോടെ ബീർബൽ മറുപടി നൽകി, ഞാൻ പറഞ്ഞത് ഈ കഴുത എനിക്ക് മേലാണ് എന്ന് അല്ല, മഹാരാജാവിനേക്കാൾ ബുദ്ധിയുള്ളതായിരിക്കാമെന്ന് മാത്രം. കഴുതയുടെ കണ്ണടയിലേക്കു വിരൽ ചൂണ്ടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇവനെ നോക്കൂ, ഇതാ രാജകീയ ഉത്തരവുകൾ വായിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. ബീർബലിന്റെ അതിവിദഗ്ധമായ മറുപടി കേട്ട് അക്ബർ അത്രയും ചിരിച്ചു. തന്റെ സിംഹാസനത്തിൽ നിന്ന് വീഴാനിടയായി.